ഹലോ ഗായ്സ്, എല്ലാവർക്കും സിമിസിന്റെ പുതിയൊരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ നമ്മുടെ അനിഴം ബസ്സായിട്ടും നമ്മുടെ എഡ്വിൻ ഇത് നിങ്ങൾ അതായിരിക്കും പരിചയപ്പെടുത്തുക. നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഗൈസ്. എഡ്വിന്റെ വണ്ടിയാണ് ഗൈസ് ഈ ഫോർച്യൂണർ. എന്റെ നൈറ്റാ എഡ്വിന്റെ ഫോർച്യൂണർ ആണ് ഗൈസ് ഈ കാണുന്നത്. അവന്റെ ഒരു കില്ലാടി വണ്ടിയാണ് ഗൈസ്. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല, ബട്ട് ഈ ഹാസ് എ ഫോർച്യൂണർ. ആൻഡ് ഇത് നമ്മൾ വർക്ക് ചെയ്തെടുത്ത നമ്മുടെ അനിഴൻകുട്ടനാണ് ഗൈസ്, നമ്മുടെ കില്ലാടി. ഞാൻ കുറെ നേരം എടുത്ത് വർക്ക് ചെയ്ത ബസ്സാണ് ഗൈസ്. ആൻഡ് റെഡ്വിൻ ആൻഡ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതെ അടിച്ചു പിടിക്കുക. ലെറ്റ്സ് ഗോ. ആൻഡ് ഇന്ന് എന്താ നമുക്ക് പരിപാടി എന്നൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. നമുക്ക് വലിയ പ്ലാൻ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അവൻ വെള്ളി കയറുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് കയറിയതാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. അവന്റെ കില്ലാടി ഫോർച്യൂണർ ആണ് ഗൈസ്. ഫോർച്യൂണർ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരിക്കും. ആൻഡ് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് ഗൈസ് നമ്മുടെ CPM ആയിട്ട് പിന്നെയും വന്നിട്ടുള്ളത്. ആൻഡ് ഞാൻ ഒരു കാര്യം പറയാൻ പോകണം, നമ്മുടെ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമായിരിക്കും ഗൈസ് നമ്മൾ വീഡിയോസ് ഇടുക. കാരണം ബാക്കിയുള്ള ദിവസം ക്ലാസ് ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ആൻഡ് നമ്മുടെ എഡ്വിൻ നമ്മുടെ വേൾഡിൽ തന്നെ ഉണ്ട് ഗൈസ്. നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് പോകാൻ തീരുമാനിച്ചേക്കുവാണ് ഗൈസ്. ആൻഡ് നമ്മുടെ ഓഫ് റോഡ് പോകുന്നതിന് മുന്നേ നമ്മുടെ വണ്ടി നമുക്ക് റാം എടുക്കണം. റാപ്റ്ററും നമ്മുടെ ഡിഫൻഡർ എടുത്തിട്ടാണ് ഗൈസ് നമ്മുടെ ഇന്ന് ഓഫ് റോഡ് പോകാൻ പോണത്. ലെറ്റ്സ് ഗോ ഡു. ഗൈസ്, നമ്മൾ നമ്മുടെ വേൾഡിൽ എത്തിയിട്ടുണ്ട്. യാ, നമ്മുടെ എഡ്വിൻ എവിടെയാണ്? നടക്കോളാം അതിന്റെ കാര്യമാണ്. അവനാ ചെറിയ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ ആ സ്ഥലമില്ലേ. എഡ്വിനെ നമുക്ക് പോയിട്ട് എഡ്വിനെ നോക്കാം ഗൈസ്. എനിക്ക് പണ്ടേ ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് എന്താ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ എഡ്വിൻ അല്ലാതെ പോണേ. എഡ്വിന്റെ അനിയനുണ്ട് ഗൈസ്, ബ്രദറ്. അവൻ ഗ്ലാഡ്വിൻ വന്നിട്ടില്ല. ഗ്ലാഡ്വിൻ ഉണ്ടോ എനിക്കറിയത്തില്ല. പറഞ്ഞു തീർന്നില്ല, 100 ആയിസാണ് ഗ്ലാഡ്വിൻ. ഓക്കെ, എന്റെ നമ്മുടെ ഗ്ലാഡ്വിനും ജോയിൻ ആയിട്ടുണ്ട് ഗൈസ്. ഗ്ലാഡ്വിൻ നമ്മുടെ ബ്രോൺകോ എടുത്തിട്ടാട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് എന്താ ചോദിക്കാം, നമുക്ക് മൗണ്ടെയിനിലേക്ക് പോകണം. എങ്ങോട്ടാണ്? ഓക്കെ, നമ്മള് വന്നിട്ടുണ്ട്. എന്നോട് പോവാൻ പറഞ്ഞു കേട്ടോ അവര്. നമ്മള് നേരെ ഇപ്പൊ നമ്മുടെ മൗണ്ടെയിൻസിലേക്കാണ് ഗൈസ് പോകണം. മൗണ്ടെയിൻസിൽ നമ്മുടെ ഒരു ഓഫ് റോഡ് ഏരിയ ഇല്ലേ ഗൈസ്, അങ്ങോട്ടാണ് നമ്മൾ പോകാൻ പോണത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മുടെ റൂട്ട് 1K സബ്സ്ക്രൈബേഴ്സ്. ഞാൻ കുറച്ച് നേരം ഗൈസ് പറഞ്ഞോണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് വീഡിയോ ലൈക്ക് ചെയ്യാതെ സബ് ചെയ്യാതെ കാണുന്നത്? സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. എനിക്ക് ഷെഡ്യൂനും നല്ല ക്ലാസ് ആണ്. അവൻ 10ലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് അവൻ 8 ഉണ്ടാവത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും അയ്യോ, ഞാൻ ഇച്ചിരി കത്തിച്ച് പോകുന്നുണ്ടോ? അവരൊപ്പം പോയരുത്. പയ്യെ അവസാനം ഞാൻ പയ്യെ പോകുമ്പോ അവരല്ലോ റോക്കറ്റ് വരും. ഓക്കെ നമുക്കില്ലേ ഈ വളവിന്റെ ഇവിടെ അവന്മാർക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ അവർക്ക് വഴി മനസ്സിലാവില്ല. അവരെവിടെയാണോ? അവരവിടെ തന്നെ നിൽക്കണല്ലോടാ. അയ്യോ, നമ്മള് കത്തിച്ചങ്ങ് പോയില്ലേ. ആൻഡ് നമ്മൾ ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് അവർക്ക് കൂടെ പോവാണ്. നമുക്ക് പയ്യെ പോവാം. നേരത്തെ ഞാൻ ഇച്ചിരി സ്പീഡായി പോയി, ചെറിയൊരു പ്രശ്നം ഉണ്ടാച്ചു തമ്പി. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നേരെ മൗണ്ടെയിൻ നമ്മുടെ ഓക്കെ. ആൻഡ് നമ്മള് നേരെ നമ്മുടെ ഓഫ് റോഡാണ് ഗൈസ്. ഇനി പക്ക ഓഫ് റോഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഡിഫൻഡർ ആൻഡ് ഫോർച്യൂണർ ആൻഡ് ബ്രോൺകോ ഇതൊക്കെ അല്ലയോ കൂടിപ്പോയി. ബാക്കിയുണ്ട് അതെ. ആ വണ്ടി റിപ്പയർ ചെയ്യണം. Okay guys, let's go.
ഓക്കെ, നമ്മുടെ എഡിനൊന്ന് വണ്ടി റിപ്പയർ ചെയ്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പോയി നമ്മുടെ ഗ്ലാഡിൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഓഫ്റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേസ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ നിർത്തുന്നു. ഒന്ന് തന്നെ ഗ്ലാഡും ഫ്രണ്ടിൽ കൈയൊക്കെ പൊക്കി കാണിക്കണം. വണ്ടി കയറിക്കണം. കയറാൻ എല്ലാരും ഇറങ്ങുന്ന പിന്നെ നമുക്കും കൂടി അങ്ങ് ഇറങ്ങാൻ കഴിച്ചു. ബ്രോ എടാ വൈബ് നോക്കണ നീ. നമ്മുടെ ബ്രോൺകോ ഡിഫൻഡർ, പിന്നെ നമ്മുടെ ഫോർച്യൂണർ ഗൈസ്. നിങ്ങൾക്ക് എന്റെ സൗണ്ട് ക്ലിയർ ആണോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. കാരണം ഇല്ലേ, എന്റെ ഇത് ഞാൻ XD റെക്കോർഡർ വെച്ചിട്ടല്ല റെക്കോർഡ് ചെയ്യുന്നേ, ഇത് ഫോണിന്റെ റെക്കോർഡ്. അത് കിട്ടിലും പരിപാടി കേട്ടോ. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഹലോ, നമുക്ക് ഇവിടെ വോയിസ് ഉണ്ട് ഗൈസ്, ബട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ ഡിഫൻഡർ അങ്ങ് എടുക്കുന്നു പോകുന്നു. നമ്മുടെ ഗ്ലാഡ്വിൻ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങ് പോവാട്ടോ. മേലേക്ക് അങ്ങ് പോവാ, വലിച്ച് പയ്യെ. ഇവിടെ ഡിഫൻഡർ, ഫോർച്യൂണർ, ബ്രോൺകോ, ഏതാ വൈബിലെ 3 വൈബ് വണ്ടികളായിട്ടാണ് നമ്മൾ ഓഫ് റോഡിൽ പോകുന്നത്. നമ്മൾ 6x6 എടുക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്, പിന്നെ വേണ്ടാ തീരുമാനിച്ചു ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എനിക്കിഷ്ടമാണ് ഓഫ് റോഡ് മയം പോകുന്നത്. നമ്മുടെ നിൽക്കുന്നുണ്ട്. എനിക്ക് നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ളതാണ്. വണ്ടി ഓക്കെ, ഇത് വണ്ടി ഞാനും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. എടാ നമ്മുടെ ഗ്ലാഡ്വിൻ അവിടെ തന്നെ നിൽക്കാണല്ലോടാ. ഗ്ലാഡ്വിൻ എന്തായിട്ട് ഗ്ലാഡ്വിൻ ഇവിടെ ആയിട്ട് നിൽക്കുവാണ് ഗൈസ്. എന്തോ വരുന്നത്, എഞ്ചിൻ ഓണാക്കാതെ വണ്ടി. ഓഫ് റോഡിന് പ്രശ്നം. എഡിന് ഇങ്ങോട്ടാ കയറിപ്പോയെ. എഡും മേലേക്കാണ് ഇവിടെ. എഡിന് ഞാനും വരുന്നടാ. ഗ്ലാഡ്വിന് എന്തെങ്കിലും പറ്റിയോ എനിക്ക് അറിഞ്ഞൂടാ. വരുന്നില്ല ഗൈസ്. എന്റെ ഡിഫൻഡർ കേട്ടോ. നമ്മുടെ ഡിഫൻഡറിന് എന്റെ 1400-500 ഹോഴ്സ് പവർ ഉണ്ട്. എനിക്ക് എന്തോ ഒരു തന്നതാണ് കേസ്, ഞാൻ മറന്നു. അങ്ങനെയാണോ നാലില് ആരോ എനിക്ക് തന്നു കേസ് ഡിഫൻഡർ. ഓഫ് റോഡ് വണ്ടി രണ്ടോ? ഞാൻ വിചാരിച്ച അതെങ്ങനെ. അയ്യോ വണ്ടി ഒരു താഴ്പോയോ, ഒരു താഴ്പോയി തോന്നുന്നു. താഴ്പോവാ. വീഡിയോ കാണുന്ന വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാ ബ്രോ. റോഡ് ടു 1K അളിയാ, നിങ്ങൾ ലൈക്ക് ചെയ്താൽ നമുക്ക് ഇച്ചിരി കൂടി സ്പീഡിൽ കയറാൻ പറ്റും ഗൈസ്. പിന്നെന്താ ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഡിഫൻഡർ ഇതാ പോണ്. നമ്മുടെ ബ്രോൺകോയ്ക്ക് 243 ഉണ്ട് ഗൈസ്. അതൊരു ഓഫ് റോഡ് ഹോഴ്സ് പവർ പോലെ, അതായത് ഓഫ് റോഡ് പോകുമ്പോ നമ്മൾ സ്ലോ ആയിട്ട് പോലെ. അയ്യോ അതിന് വൈബ് കിട്ടും. ഗ്ലാഡിൻ എന്താണ് ഇവിടെ വെക്കുന്നേ, അവിടെ ഗ്ലാഡിനെ. ഓക്കെ, നമുക്ക് താഴേക്ക് പോവാട്ടോ. അവിടെ വെയിറ്റ് ചെയ്യണം. നമ്മള് നമ്മുടെ ഇവിടത്തെ സൈഡിലത്തെ വേറൊരു കേറ്റത്തിൽ കൂടെ കേറേണ്ട ഒരു കേട്ടത് വേറൊരു ഓഫ് റോഡ് വേയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയിൽ ചെളിയൊന്നും പിടിക്കത്തില്ല. ചെളിപ്പോക്കാണെന്ന് തോന്നുന്നു ഈ വണ്ടി. ഓക്കെ, എന്റെ വണ്ടിയിൽ ചെളി പിടിച്ചിട്ടുണ്ടാവും. അത് എനിക്ക് എന്റെ വണ്ടി തോന്നിയത് മനസ്സിലായി. താഴെയാണോ? താഴെയാണോ? അല്ല അവര് വന്നോണ്ടിരിക്കുകയാണ്. ഫോർച്യൂണർ തരുമോന്ന് ചോദിച്ചാലോ, ഫോർച്യൂണർ തരുമോന്ന് ചോദിച്ചാൽ
ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു ഇതിൽ കയറുന്നത്. എനിക്ക് ഓടിക്കാൻ അല്ലാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്നൊരു കാര്യമാണ് കേസ്. വണ്ടി ഓടിക്കാൻ നേരത്തെ എനിക്കിങ്ങനെ ഇറങ്ങിപ്പോവും. അതെന്താണെന്ന് എനിക്ക് പോലും അറിഞ്ഞു. നമ്മൾ ചിരട്ട ഓഫ് റോഡിക്ക് പിടിച്ചിട്ടുണ്ട്. എന്റെ മോനെ ഓഫ് റോഡ് നമുക്ക് ശരിക്കും എനിക്ക് എന്താണോ ഭയങ്കര ഒരു വൈബ് കിട്ടുന്നുണ്ടോ ഫോർച്യൂണർ ഓടിക്കുമ്പോ. അയ്യോ താഴെ പോയി ബ്രോ, നമ്മുടെ ഫോർച്യൂണർ നോക്കണം. സീന് കേട്ടോ, സംഭവം സീന്. പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ നമ്മൾ ഓഫ് റോഡിന് വരുമ്പോ എന്ത് വൈബാന്ന് അറിയാം. ലീവുള്ള ദിവസമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ സാധാ കോൾ ചെയ്യുക. ഫോർച്യൂണറിന് അധികം ഓഫ് റോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോ അവര് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് എഞ്ചിനാണ് വെച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു, മാറ്റിയിട്ടില്ലാന്ന് തോന്നുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ കിട്ടും ഗൈസ് നമുക്ക് വണ്ടി ഓടിക്കുമ്പോ. വണ്ടി പോയി ഇനി ഹാർഡ് ഓഫ് റോഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കേടാ നമ്മുടെ ബ്രോൺകോ ആണ്. എഡിനല്ലേ ബ്രോൺകോ ഓടിക്കുന്നത്? ഞാനൊക്കെ ഗ്ലാഡിനാണ്. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചില്ല ഈ സാരം ഓടിക്കുന്നേന്ന്. ഓഫ് റോഡ് പറഞ്ഞ ഗൈസ് നമ്മൾ ചാത്തൻ വേ കയറി. എന്താ ചെയ്യാ? വൈപേഷ് കുമാർ എടാ നമ്മുടെ എഡിനോടാ അതാ ഇരുന്നത്. നമ്മുടെ ഡിഫൻഡറും എഡ്വിൻ നമ്മുടെ ഗ്ലാസിന്റെ വണ്ടി, ഞാൻ എഡിന്റെ വണ്ടി. കോമ്പിനേഷൻ. അയ്യോ ഈ റോഡടിക്കും. അവരപ്പുറത്തെ റോട്ടിലല്ലേ, ഞാൻ ഇപ്പുറത്തെ റോട്ടിലേക്ക്. അയ്യോ ഓ സീനടാ. ഓഫ് റോ അല്ല മറ്റേ ഫോർച്യൂണർ നിങ്ങൾ ഇങ്ങനെ പോയിക്കണം. അയ്യോ അതിപ്പം എത്തില്ല കേസ്. അങ്ങനെ പോയാ അത് തന്നെ ഞാൻ അതിൽ കൂടെ കയറി. അവര് രണ്ടാളും എന്തോ ആക്കുന്നുണ്ട് കേസൊക്കെ. എന്താണെങ്കിലും ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടായിരുന്നുള്ള വീഡിയോയിലേക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ഇപ്പൊ അടുത്ത വീഡിയോ കാണാൻ. ബൈ ബൈ.